everyone, I'm Nimnaga. നമ്മൾ ഇന്ന് വേറൊരു ടോപ്പിക്കുമായിട്ട് കാണുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റീഡിങ്ങിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. IELTS-ലെ റീഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റൻസിൽ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്, വിച്ച് ഇസ് മാച്ചിങ് വെറും മാച്ചിങ് അല്ല, രണ്ട് ടൈപ്പ് മാച്ചിങ് ക്വസ്റ്റൻസ് ഉണ്ട് IELTS റീഡിങ്ങിൽ. അതിൽ മാച്ചിങ് ഹെഡിങ്സ് ആണ് നമ്മളിന്ന് സ്പെസിഫിക്കലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിയാലോ. സോ ക്വസ്റ്റ്യൻ ടൈപ്പ് എന്താണെന്ന് നോക്കാം നമുക്ക് ആദ്യം. IELTS-ൻ്റെ മാച്ചിങ് ഹെഡിങ് ക്വസ്റ്റ്യനിൽ നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ടാവും. പാസേജിനെ നമ്മൾ സെക്ഷൻസ് ആയിട്ട് അല്ലെങ്കിൽ പാരഗ്രാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഈ ഓരോ സെക്ഷനെയും ABC എന്ന് നെയിം ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഓരോ സെക്ഷനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെഡിങ്സ് നമുക്കൊരു ലിസ്റ്റായിട്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് ഓരോ സെക്ഷനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെഡിങ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ആൻഡ് എപ്പോഴും IELTS-ൽ റീഡിംഗ് പാസേജ് വരുന്നത് അക്കാഡമിക്കിൽ പറയുകയാണെങ്കിൽ ഒരു 7 to 9 പാരഗ്രാഫ്സ് ആണ്. ഈവൻ ലോങ് പാസേജ് ആണെങ്കിൽ ജനറലിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഇത്രയും പാരഗ്രാഫ്സിനേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് ഹെഡിങ്സ് നമുക്ക് തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. ആൻഡ് മോസ്റ്റ് ഓഫ് ദി കേസസിൽ നമുക്ക് ഒരു സാമ്പിൾ ആയിട്ട് ആൻസറും തന്നിട്ടുണ്ടാവും. Now, it is also possible that some parts of the text may not be relevant to the task. ഈ ചില പാസേജ് അല്ലെങ്കിൽ ചില സെക്ഷൻസ് നമുക്ക് ആൻസർ ചെയ്യേണ്ടിയും വരില്ല. അതുപോലെ തന്നെ ഹെഡിങ്ങിൻ്റെ ചില ഹെഡിങ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടിയും വരില്ല. പിന്നെ നമ്മൾക്ക് പറ്റാവുന്ന ഇതിൽ കുറച്ച് ട്രിക്സ് ഉണ്ട്, ട്രാപ്സ് ഉണ്ട്. ഇതും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വൈ ഇറ്റ് ഈസ് ട്രിക്കി എന്ന് ചോദിച്ചാൽ, ഇറ്റ് ടേക്സ് മോർ ടൈം കമ്പയർഡ് ടു അതർ ക്വസ്റ്റ്യൻസ്. മറ്റ് ക്വസ്റ്റ്യൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ടൈം എടുക്കുന്നത് നമുക്ക് പൊതുവേ കാൻഡിഡേറ്റ്സ് വന്നിട്ട് പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്. ഒരുപാട് ടൈം മാച്ചിങ് ഹെഡിങ്സിൽ പോയി, അത് കാരണം മറ്റ് ക്വസ്റ്റ്യൻസിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റിന് ഏറ്റവും ചലഞ്ചായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ്, മാച്ചിങ് ഹെഡിങ്സ് ആണ്. ദർ ആർ യൂഷ്വലി മോർ ഹെഡിങ്സ് ദാൻ പാരഗ്രാഫ്സ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്. എത്ര പാരഗ്രാഫ്സ് ഉണ്ടോ അതിനേക്കാൾ കൂടുതൽ 7 പാരഗ്രാഫ്സ് ഉണ്ടെങ്കിൽ ഒരു 9-10 ലിസ്റ്റ് ഓഫ് ഹെഡിങ്സിൻ്റെ ലിസ്റ്റാണ് നമുക്ക് ചൂസ് ചെയ്യാൻ തന്നിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാ ഹെഡിങ്സും നമ്മൾ യൂസ് ചെയ്യേണ്ടിയും വരില്ല. അതൊരു ട്രിക്കി പാർട്ടാണ്. ആൻഡ് ദെൻ സം പാരഗ്രാഫ്സ് ഡോണ്ട് റിക്വയർ ഹെഡിങ്സ്. ചില പാരഗ്രാഫ്സിന് ഹെഡിങ്സ് ആവശ്യം വരില്ല. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നേരത്തെ ഞാനൊരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ചില പാസേജസിന് നമുക്ക് ഹെഡിങ് ചൂസ് ചെയ്യേണ്ടി വരില്ല. ചിലപ്പോൾ അത് ഓൾറെഡി സാമ്പിൾ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല. അപ്പോൾ അതൊരു ട്രിക്കാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. സം ഹെഡിങ്സ് മേ ഓൺലി ഇൻക്ലൂഡ് സ്പെസിഫിക് ഡീറ്റെയിൽസ് ഇൻസ്റ്റെഡ് ഓഫ് ദ മെയിൻ ഐഡിയ വിച്ച് ക്യാൻ ബി മിസ്ലീഡിങ്. ഇതൊരു ട്രാപ്പാണ്. അതായത് നമുക്ക് ഹെഡിങ്ങിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽ പാസേജിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ പാരഗ്രാഫിൽ നമ്മൾ വായിക്കുന്ന സെക്ഷനിൽ കാണാൻ പറ്റും. പക്ഷേ ഇതൊരു മെയിൻ ഡീറ്റെയിൽ ആയിരിക്കില്ല, അല്ലെങ്കിൽ മെയിൻ ഐഡിയ ആയിരിക്കില്ല. നമുക്കതിൽ നിന്ന് മെയിൻ ഐഡിയ തന്നെ ചൂസ് ചെയ്യേണ്ടി വരും. ഹെഡിങ് ആകുമ്പോൾ നമ്മൾ കോർ ഐഡിയ അല്ലെങ്കിൽ മെയിൻ ഐഡിയ എടുത്തിട്ടാണല്ലോ ഹെഡിങ് കൊടുക്കുക ഒരു സെക്ഷന്. പക്ഷേ കോർ ഐഡിയ അല്ലാത്ത ഒരു ഡീറ്റെയിൽ പാരഗ്രാഫിൽ വരുന്നതാണ് ഇപ്പോൾ പറഞ്ഞത്. Now, some headings may contain the same words as a paragraph but don't match. വേർഡ്സും ഉണ്ടാവും, വളരെ സിമിലർ ആയിട്ടുള്ള വേർഡ്സും ഉണ്ടാവും, സ്പെസിഫിക് ഡീറ്റെയിൽസും ഉണ്ടാവും. ഇത് രണ്ടും പാരഗ്രാഫിൻ്റെ മെയിൻ ഐഡിയ ആയിരിക്കില്ല, അല്ലെങ്കിൽ ആ സെക്ഷൻ്റെ മെയിൻ ഐഡിയ ആയിരിക്കില്ല. അപ്പം ഇതും നമ്മളെ മിസ്ലീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞ് കംപ്ലയിൻറ്റ് വരാൻ, അല്ലെങ്കിൽ ഇത് ഭയങ്കര ട്രിക്കിയാണ്, ഭയങ്കര ചലഞ്ചിങ് ആണ് എന്നൊക്കെ കംപ്ലയിൻറ്റ് വരാനുള്ള കാരണങ്ങൾ. ആൻഡ് ഐ വിൽ ഷോ യു സാമ്പിൾ ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് നമുക്ക് ലിസ്റ്റ് വരിക ഹെഡിങ്സിൻ്റെ. അപ്പം റോമൻ ലെറ്റേഴ്സിൽ 1 to 9 നമ്പർ തന്നിട്ടുണ്ട്, ലിസ്റ്റ് ഹെഡിങ്സിൻ്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇസ് 1 to 5 വരെയുള്ള ക്വസ്റ്റ്യൻ. സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C, സെക്ഷൻ D, സെക്ഷൻ F. സെക്ഷൻ E ചോദിച്ചിട്ടില്ല. ആൻഡ് ചിലപ്പോൾ പാസേജിൽ ഇതിലും കൂടുതൽ പാരഗ്രാഫ്സോ സെക്ഷൻസോ ഉണ്ടാവാം. എന്തായാലും നമുക്ക് ഈ 5 എണ്ണത്തിൻ്റെയാണ് ആൻസർ ഇവിടെ എഴുതേണ്ടത്. ആൻഡ് സെക്ഷൻ ഡിൻ്റെ ആൻസർ ഓൾറെഡി തന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് ആ ഹെഡിങ് ഉപയോഗിക്കേണ്ടി വരില്ല. റൈറ്റ് നൗ പാസേജ് ഇങ്ങനെയാണ്. ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. ഓരോ സെക്ഷനും കണ്ടോ, സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C എന്ന് നെയിം ചെയ്തിട്ടുണ്ടാവും. സെക്ഷൻ D, സം ആർ ലോങ്ങർ, സം ആർ ഷോർട്ടർ. സെക്ഷൻ E, സെക്ഷൻ F. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടും. നൗ നമ്മൾ പൊതുവേ ജനറലി 2 സ്ട്രാറ്റജിയാണ് പറഞ്ഞു കൊടുക്കാറ്.
ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പാസേജിലേക്ക് പോകുക എന്നുള്ളതും, അതായത് ഹെഡിങ്സ് വായിച്ചിട്ട് പാസേജിലേക്ക് പോകുക എന്നുള്ളതും, രണ്ട് പാസേജ് വായിച്ചിട്ട് ഹെഡിങ്സിലേക്ക് വരിക എന്നുള്ളതും. സോ രണ്ട് സ്ട്രാറ്റജി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ആദ്യത്തേത് ഹെഡിങ്സിൽ നിന്ന് പാസേജിലേക്ക് പോകുന്ന സ്ട്രാറ്റജി. റീഡ് ഓൾ ദ ഹെഡിങ്സ്. എല്ലാ ഹെഡിങ്സും വായിക്കുക ആദ്യം. ഒരു ഇപ്പം നേരത്തെ കാണിച്ച ക്വസ്റ്റ്യൻ ആണെങ്കിൽ 9 നമ്പേഴ്സ് ഓഫ് ഹെഡിങ്സ് ഉണ്ട്. ഈ ഹെഡിങ്സ് മുഴുവനായിട്ട് നന്നായി മനസ്സിലാക്കി വായിക്കുക. ടൈം സ്പെൻഡ് ചെയ്തോളൂ, കുഴപ്പമില്ല, റീസണബിൾ ടൈം. എന്നിട്ട് ഇതിലെ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ആൻഡ് ഡീറ്റെയിൽസ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇയേഴ്സ് ഉണ്ടാവാം, ടൈം റെഫറൻസസ് ഉണ്ടാവാം, നൗൺസ്, ഇമ്പോർട്ടൻറ്റ് നൗൺസ് ഉണ്ടാവാമായിരിക്കാം, പ്ലേസസോ പേരുകളോ ഏതെങ്കിലും ഒരു ഏരിയയുടെ നെയിമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാമായിരിക്കാം. ഇതെല്ലാം നോട്ട് ചെയ്യാം. പേ അറ്റൻഷൻ ടു സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. ചില ഹെഡിങ്സ് തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിമിലർ ആയിട്ടുള്ള ഹെഡിങ്സിൽ ചെറിയ ചെറിയ ഡിഫറൻസസും ഉണ്ടാവും. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. നേരത്തെ കാണിച്ചു തന്ന ക്വസ്റ്റ്യനിൽ തന്നെ ഇവിടെ 4th 1-ഉം 6th 1-ഉം ഈ രണ്ട് ഹെഡിങ്ങും നോക്കിയാൽ ഭയങ്കര സിമിലർ ആയിട്ടുള്ള സെൻറ്റൻസസ് ആണിത്. ദി എഫക്ട്സ് ഓഫ് ഗവൺമെൻറ് പോളിസി ഇൻ റിച്ച് കൺട്രീസ് എന്നുള്ളതാണ് 4th 1, ആൻഡ് 6th 1-ൽ എഫക്ട്സ് ഓഫ് ഗവൺമെൻറ് പോളിസി ഇൻ പുവർ കൺട്രീസ് എന്നുള്ളത്. റിച്ച് കൺട്രീസും പുവർ കൺട്രീസും മാത്രമാണ് അടുത്ത ഡിഫറൻസ്. സോ ഇത് രണ്ട് സിമിലർ ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതിലെ ഡിഫറൻസ് മനസ്സിലാക്കുന്നു. ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് റിച്ച് കൺട്രീസ് ആണെങ്കിൽ മറ്റേതിൽ പുവർ കൺട്രീസ് ആണ്. അപ്പോൾ അതിലാണ് ഡിഫറൻസ് ഉള്ളത്, അതും നമ്മൾ മനസ്സിലാക്കുന്നു. സോ ദിസ് ഇസ് ദ തേർഡ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ റീഡ് ബൈ സ്കിമ്മിങ്. ഒരു ഡീറ്റെയിൽ റീഡിങ്ങിനുള്ള സമയം പൊതുവേ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ കിട്ടുന്നവരുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് റീഡ് ചെയ്ത് ഇത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ദാറ്റ് ഈസ് ഫൈൻ. ടൈം മാനേജ് ചെയ്യുക, ഫാസ്റ്റായിട്ട് ഈ ടാസ്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ സ്കിം റീഡിംഗ് ആണ് അഡ്വൈസ് ചെയ്യാറ്. സ്കിം റീഡിംഗ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുക. ആൻഡ് ഫോർ ദാറ്റ് മോസ്റ്റ്ലി യു റീഡ് ദ ഫസ്റ്റ് 2-3 ലൈൻസ് ആൻഡ് ലാസ്റ്റ് 2-3 ലൈൻസ് ഓഫ് ദ സെക്ഷൻ. അപ്പോൾ ആദ്യത്തെ 2-3 ലൈനും അവസാനത്തെ 2-3 2-3 ലൈൻസ് നമ്മൾ എടുത്ത് പറയുന്നതിന് കാരണമുണ്ട്. 2 ലൈൻസിൽ ചിലപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ചിലപ്പോൾ 3rd ലൈനിൽ നിന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ എടുക്കേണ്ടി വന്നേക്കാം. സോ ഫസ്റ്റ് 1-2-3 ലൈൻസ് വായിക്കുക, ലാസ്റ്റിൽ 1-2-3 ലൈൻസ് വായിക്കുക. ഇൻ ബിറ്റ്വീൻ ഉള്ള ഡീറ്റെയിൽസിന് ക്വിക്ക്ലി വായിച്ചു പോവുക. സോ സ്കിം ചെയ്യുക. നൗ ചൂസ് ദ ബെസ്റ്റ് ഹെഡിങ് ഫോർ ദ പാരഗ്രാഫ്. പാരഗ്രാഫ് അല്ലെങ്കിൽ സെക്ഷൻ നമ്മൾ വായിച്ച പാരഗ്രാഫ് അല്ലെങ്കിൽ സെക്ഷൻ അതിൻ്റെ കോർ ഐഡിയ, മെയിൻ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുക. ആൻഡ് ദെൻ കറക്റ്റ് ഹെഡിങ് ചൂസ് ചെയ്യുക. നൗ മറ്റേ സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ സ്ട്രാറ്റജി. സെക്കൻഡ് സ്ട്രാറ്റജി സ്റ്റാർട്ട്സ് ഫ്രം റീഡിങ് ദ പാരഗ്രാഫ് അല്ലെങ്കിൽ റീഡിങ് ദ സെക്ഷൻ. നമ്മൾ ടെക്സ്റ്റാണ് ആദ്യം വായിക്കുക. സോ റീഡ് 1 പാരഗ്രാഫ് അറ്റ് എ ടൈം. ഒരു പാരഗ്രാഫ് ആദ്യം വായിക്കുക, അതായത് ആദ്യത്തെ പാരഗ്രാഫ് ആദ്യം വായിക്കുക. ഗോ ടു ദ ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ്, ചൂസ്. ഒരു കാര്യം ചെയ്യാവുന്നത് നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് വായിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ കോർ ഐഡിയ മനസ്സിലാക്കിയെടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ മെയിൻ ഐഡിയ മനസ്സിലാക്കിയെടുക്കാൻ നോക്കുക. വേറൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഈ പാരഗ്രാഫ് വായിച്ചിട്ട് നിങ്ങൾ തന്നെ അതിനൊരു ഹെഡിങ് കൊടുക്കാൻ നോക്കുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം യു ഗോ ടു ദ ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് ആൻഡ് ദെൻ റീഡ് ഈച്ച് ഹെഡിങ് പ്രൊവൈഡഡ്. ഓരോ ഹെഡിങ്ങും വായിച്ച് നോക്കിയിട്ട് നമ്മൾ കൊടുത്ത ഹെഡിങ് അല്ലെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത മെയിൻ ഐഡിയ ആയിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഹെഡിങ് ലിസ്റ്റിൽ നിന്ന് ചൂസ് ചെയ്യാം. ഇതാണ് ഈ സ്ട്രാറ്റജി. ആൻഡ് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ കോർ ഐഡിയ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ 1-2 കോർ ഐഡിയാസ് ഉണ്ടാകാം ചില പാരഗ്രാഫ്സിൽ അല്ലെങ്കിൽ ചില സെക്ഷനിൽ. നേരത്തെ ഒരു സെക്ഷൻ എക്സാമ്പിളായിട്ട് കാണിച്ചതിൽ 2 പാരഗ്രാഫ് ഉണ്ട്. ചിലപ്പോൾ 1-2 മെയിൻ ഐഡിയാസ് ഉണ്ടാവാം, അതും ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ രണ്ടിനെയും കവർ ചെയ്യുന്ന ഒരു ഹെഡിങ് ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. സോ 2 സ്ട്രാറ്റജി മനസ്സിലായിട്ടുണ്ടല്ലോ. ഇത് പ്രോപ്പറായിട്ട് സ്ട്രാറ്റജിക്കലി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് ഒരു പ്രശ്നമായിട്ട് വരാൻ ചാൻസ് ഇല്ല. പിന്നെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെ റീഡിങ് സ്കില്ലും കൂടെയാണ്. ആസ് യൂഷ്വൽ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിങ് സ്കിൽ ഇല്ലാതെ ഇപ്പോൾ മെയിൻ ഐഡിയ മനസ്സിലാക്കിയെടുക്കൽ പാടായിരിക്കുമല്ലോ. നൗ ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. നേരത്തെ നമുക്ക് ആൻസർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. വിൽ ഡിസ്കസ് ദാറ്റ്. അതെങ്ങനെയാണ് ഹെഡിങ് വന്നതെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഐ വിൽ റീഡ് ദ പാസേജ്, paragraph. In poor countries, governments aggravate other sorts of damage. Subsidies for pesticides and artificial fertilizers encourage farmers to use greater quantities than are needed to get the highest economic crop yield. Now, a study by the International Rice Research Institute of pesticide use by farmers in Southeast Asia found that with
pest-resistant varieties of rice, even moderate applications of pesticide frequently cost farmers more than they saved. Such waste puts farmers on a chemical treadmill. Bugs and weeds become resistant to poisons, so next year's poisons must be more lethal. One cost is to human health. Every year, some 10,000 people die from pesticide poisoning, almost all of them in developing countries, and another 400,000 become seriously ill. As for artificial fertilizers, their use worldwide increased by 40% per unit of farmland between the mid-70s, 1970s and the late 1980s, mostly in the developing countries. Overuse of fertilizers may cause farmers to stop rotating crops or leaving their land fallow. That, in turn, may make soil erosion worse. ഇതാണ് പാരഗ്രാഫ്. വായിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് വായിക്കുന്ന ഇൻറ്റൻസ് ആയിട്ട് വായിക്കുന്നുള്ളവർ അങ്ങനെ ചൂസ് ചെയ്യുക. ടൈം മാനേജ് ചെയ്യാൻ നമ്മളെപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ സ്കിം റീഡിംഗ് ആണ് സജസ്റ്റ് ചെയ്യുക. സോ ഫസ്റ്റ് 2 ലൈൻസ് നോക്കാം നമുക്ക്. ഇൻ പുവർ കൺട്രീസ് ദർ ഇറ്റ് സെൽഫ് we have a keyword. Governments aggravate other sorts of damage. Governments ആണ് അത് മറ്റ് sorts of damage കൂട്ടുന്നു എന്ന് പറയുന്നത്. Subsidies for pesticides and artificial fertilizers encourage farmers to use greater quantities than are needed. So fertilizers പെസ്റ്റിസൈഡ്സിൻ്റെയും യൂസേജ് എൻകറേജ്ഡ് ആവുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത് ബൈ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ പുവർ കൺട്രീസ്. ഇത്രയാണ് മെയിൻ ഐഡിയ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇഫ് യു കുഡൻറ്റ് ഐഡൻറ്റിഫൈ ദ മെയിൻ ഐഡിയ ഫ്രം ദ ഫസ്റ്റ് 2 ലൈൻസ്, റീഡ് ദ തേർഡ് ലൈൻ. ആൻഡ് ഇഫ് യു കുഡൻറ്റ് read the rest of the passage, at least try to read the first and last part of every sentence and try to confirm your main idea. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത മെയിൻ ഐഡിയ കൺഫേം ചെയ്യാൻ നോക്കുക കൺഫ്യൂസ്ഡ് ആവുകയാണെങ്കിൽ. സോ നമുക്ക് ലിസ്റ്റ് ഓഫ് ഹെഡിങ്സിലേക്ക് പോവാം. അവിടെ ആൻസർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ ഇയുടെ ഹെഡിങ് വരുന്നത് 6th one ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ 6th one is the effects of government policy in poor countries. ഗവൺമെൻറ് എന്നുള്ള ടേമും വന്നിട്ടുണ്ട് അവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ. പുവർ കൺട്രീസ് എന്നുള്ള ടേമും ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ. സോ ഇവിടെ നമുക്ക് വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇനി നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് എപ്പോഴാണ്? വേറൊരു പാരഗ്രാഫിൽ ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഗവൺമെൻറ് പോളിസീസ് ഒരു പക്ഷേ സപ്പോർട്ടിംഗ് ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവാം, അവിടെ വീണു പോരുത്. മെയിൻ ഐഡിയ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ പാരഗ്രാഫിലാണ്. സോ റിച്ച് കൺട്രീസ് എന്നുള്ള ഓപ്ഷൻ അല്ല, പുവർ കൺട്രീസ് എന്നുള്ള ഹെഡിങ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ദി ആൻസർ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കിനി ഹെഡിങ്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്ത് നോക്കാമല്ലോ. ആൻഡ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് വേണം അല്ലെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സസ് കേൾക്കാൻ. ആൻഡ് നമ്മുടെ ഫീഡ്ബാക്ക് ഡയറക്റ്റ്ലി കിട്ടാനായിട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽസ് കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്കൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഡയറക്റ്റ്ലി നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ അവർ കോഴ്സ്. ബാച്ചസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബിഫോർ എൻഡിങ് കുറച്ച് ടിപ്സും കൂടെ, കുറച്ച് റിമൈൻഡേഴ്സും കൂടെ എനിക്ക് തരാനുണ്ട്. ആൻഡ് ബി മൈൻഡ്ഫുൾ ഓഫ് യുവർ ടൈം. ടൈം മാനേജ്മെൻറ്റ് ചലഞ്ചിങ് ആവുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റൻ ആണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൈൻഡ്ഫുള്ളായിട്ട് തന്നെ ടൈം പ്ലാൻ ചെയ്യണം. ഒരു പാസേജിൽ ആവശ്യത്തിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നാൽ യു ഷുഡ് ബി വെരി കെയർഫുൾ. If you are unsure about the difference between 2 or more headings, make a note and move on to the next paragraph. ഇത് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു ടിപ്പാണ്. നമ്മളൊരു പാരഗ്രാഫ് വായിച്ചു അല്ലെങ്കിൽ ഒരു സെക്ഷൻ വായിച്ചു, സെക്ഷനിൽ നിന്ന് നമ്മൾ ഹെഡിങ്സിൻ്റെ ലിസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ 2 or 3 2 തന്നെ പറയുന്നില്ല, ചിലപ്പോൾ 3 ഹെഡിങ്സും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നാം ഇതേ സെക്ഷൻ തന്നെ. മാർക്ക് ചെയ്ത് വയ്ക്കും. നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാം. ചിലപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫിൻ്റെ ആൻസർ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് പാരഗ്രാഫിൽ എന്തെങ്കിലുമൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ക്ലിയർ ആവും നിങ്ങൾക്ക് ആൻസേഴ്സ്. അല്ലെങ്കിൽ ഫൈനലി എല്ലാ പാരഗ്രാഫും കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് കുറച്ചും കൂടെ ക്ലിയർ ആവും. സോ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാണ്ട് അൺഷുവർ ആൻസേഴ്സ് ആണെങ്കിൽ മാർക്ക് ചെയ്തിട്ട് മൂവ് ഓൺ. എലിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 തരത്തിൽ ചെയ്യാം. നമ്മൾ ചെയ്ത് പോകുമ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ പറഞ്ഞതുപോലെ ഒരു പാരഗ്രാഫ് കഴിഞ്ഞ് അടുത്ത പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ എലിമിനേറ്റ് ചെയ്ത് പോവാം. അല്ലെങ്കിൽ എല്ലാ പാരഗ്രാഫിൻ്റെയും ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി കമ്പയർ ചെയ്ത് എലിമിനേറ്റ് ചെയ്യാം. ഇറ്റ്സ് എ ഗുഡ് പ്രാക്ടീസ് ടു ക്രോസ് ഔട്ട് ദ ഹെഡിങ്
once you are confident that you have the correct heading. നമുക്ക് കറക്റ്റ് ഹെഡിങ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കോൺഫിഡൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ചില പാരഗ്രാഫ്സ് ഫോർ ഷുവർ നിങ്ങൾക്ക് ഇത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റും, ഫോർ ഒബ്വിയസ് റീസൺസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഹെഡിങ് അങ്ങ് ക്രോസ് ചെയ്യാമല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള ഹെഡിങ്സ് അടുത്ത പാരഗ്രാഫിന് ചെക്ക് ചെയ്താൽ മതിയല്ലോ. നൗ സ്കിമ്മിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്കിൽ. ഇത് ഡെവലപ്പ് ചെയ്തെടുക്കണം. സ്കിമ്മിങ് ചെയ്ത് മെയിൻ ഐഡിയ കണ്ടുപിടിക്കുക എന്നുള്ളത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് വിത്ത് പ്രാക്ടീസ്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇത്രയും കാര്യങ്ങളും കൂടി നിങ്ങൾ മൈൻഡ്ഫുള്ളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ this task is not going to be that difficult. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറക്കണ്ട, ഇങ്ങനത്തെ ക്ലാസ്സസ് കിട്ടാനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് കൂടുതൽ മെറ്റീരിയൽസ്, അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു പ്രാക്ടീസ് മെറ്റീരിയൽ ഐ വിൽ ഷെയർ ഇൻ ദ ടെലഗ്രാം ചാനൽ. അപ്പോൾ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ആൻഡ് കൂടുതൽ ഫീഡ്ബാക്കും ഡയറക്റ്റ് ക്ലാസ്സസും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബാച്ചസ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. പ്ലീസ് ജോയിൻ ആസ് സൂൺ ആസ് പോസിബിൾ. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഫോം ഫിൽ ചെയ്താൽ മതി. അപ്പോൾ താങ്ക് യു.